ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. കുറച്ച് തിരക്കിലായിരുന്നു 2 ദിവസമായിട്ട്. അതുകൊണ്ട് എൻ്റെ കുക്കിംഗ് വീഡിയോ കാണാത്തവർ ക്ഷമിക്കുക. ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ഒരു വീഡിയോ അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. മൂക്കുത്തല സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ 81-82 ബാച്ച് അവരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. എൻ്റെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരിക്കുക. എനിക്കൊരു ഫോൺ കോൾ വന്നു രാത്രി. നാളെ ഞങ്ങളുടെ സംഘമുണ്ട്, ജനേട്ടൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചാൽ എനിക്ക് നിരാകരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നിങ്ങൾ എൻ്റെ കുട്ടികളെ പോലെയാണ്. ഞാൻ 74-75 ബാച്ചാണ്. ഇവർ 6-7 വയസ്സിന് കീഴെയാണ് ഇവരൊക്കെ. പക്ഷെ അവരെയൊക്കെ ഞാൻ അറിയുന്ന ആൾക്കാരാണ്, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് നിരാകരിക്കാൻ പറ്റില്ല. ഞാൻ അത്ര ഒരു വലിയൊരു വീഡിയോഗ്രാഫർ ഒന്നല്ല. പക്ഷേ ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഞാൻ വലിയൊരു വീഡിയോഗ്രാഫറാണ് എന്നായിരിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ആ ക്ഷണം സ്വീകരിച്ചിട്ട് അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്നതോടൊപ്പം പഴയ കാലത്ത് അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ്, സുന്ദരിമാരായ ടീച്ചേഴ്സ്, അന്ന് ഈ ടീച്ചേഴ്സിനോടൊക്കെ ഒരുപാട് ആരാധനയായിരുന്നു എനിക്ക്. അവരെ വയസ്സായിരിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും, കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്ന് സാറാമ്മ ടീച്ചർ, പിന്നെ ഒരു അംബിക ടീച്ചർ, കൂടാതെ ഒരു ഉഷ ടീച്ചർ, പിന്നെ വേറെ 1-2 ടീച്ചേഴ്സിന് അവരൊന്നും വന്നിട്ടില്ല. ഇവരെയാണ് എനിക്ക് ഏറ്റവും പരിചയമുള്ള ടീച്ചേഴ്സ്. അപ്പോൾ ഇവരെയൊക്കെ നേരിട്ട് കണ്ടിട്ട് അവരുടെ അടുത്ത് ഭക്ഷണം കഴിച്ചു. അവരെയൊക്കെ ഒരു കാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അവരെടുത്ത് ചെന്ന് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അതേ അംബിക ടീച്ചറുടെ അടുത്തും സാറാമ്മ ടീച്ചറുടെ അടുത്തും സുന്ദരമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ച് അവരോട് എൻ്റെ പഴയ കാലത്തെ അനുഭവങ്ങൾ പറഞ്ഞു. ഞാൻ അവിടെ സ്കൂളിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ നോക്കിയിരുന്നത് നിങ്ങളുടെ ആ സൗന്ദര്യം കണ്ടിട്ടാണ് എന്ന് വരെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചിട്ടാണുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ അത് ഈ സംഗമത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1-1.25 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ആണ്. അത് ഇഷ്ടപ്പെട്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടി ഈ വീഡിയോ കാണാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഒന്നും സംസാരിക്കില്ല, നമുക്ക് ഇനി നേരിട്ടിട്ട് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ലോകമേ തറവാട്, ലോകമേ തറവാടു തനിക്ക്. ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാനഭ്യുന്നതി. യോഗവിത്തേവം ജയിക്കുന്നിതെൻ ഗുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാറണിച്ചളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം. ഇല്ലിഹ സംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ്. ഔവണ്ണമെൻ ഗുരുനാഥൻ. ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹ്രദം, കജ്ജളോദ്ഗമമില്ലാത്തോരു മംഗളദീപം. പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യ മഹാനിധി, പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവൻ ആചാര്യൻ. ശസ്ത്രമെന്നിയേ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ. ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നിയേ യജ്ഞം ചെയ്വവനെന്നാചാര്യൻ. ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം,
ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായി തലമടക്കാത്തു. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായി തലമടക്കാത്തു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ. അല്ലായിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവത് വിന്ധ്യാചലമധ്യദേശത്തെ കാണൂ. ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതതർഷ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽ ഗുരോ. നമസ്തേ ഗതതർഷ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽ ഗുരോ. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. അമ്മയും അച്ഛനും മുത്തച്ഛനും പിന്നെ അലിവിന്റെ നിറവാർന്ന മുത്തശ്ശിയും കുസൃതിക്കുരുന്നിനെ കൊതിയോടെടുക്കുവാനയലത്തെ വീട്ടിലെ അമ്മമാരും കൊഞ്ചിക്കുഴഞ്ഞേറെ ലാളിച്ചു പൈതലിൻ കൈകാൽ വളർന്നു കരുത്തരായി.
വെയിലേറ്റു മഴ കൊണ്ട് കൂട്ടുകാരൊന്നിച്ച് ആടിയും പാടിയും എത്ര കാലം. അമ്മയോടടിയേറ്റ കുസൃതിയും വികൃതിയും അച്ഛൻ്റെ പൊന്നായിരുന്ന കാലം. വിദ്യാലയത്തിലെന്നാദ്യമായി പോയതും ഉച്ചയ്ക്കു കഞ്ഞിയും പയറും കഴിച്ചതും ഓണത്തിനോലപ്പൂവട്ടിയിൽ തുമ്പയും മുക്കുറ്റിപ്പൂവും നിലാവും നിറച്ചതും അക്ബറും അഗസ്ത്യനും പിന്നെ ഞാനും നമ്മളൊന്നായി വളർന്നൊരു പൂർവകാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. വിഷുനാളിലമ്മയെ കണി കണ്ടുണരുമ്പോൾ മാലപ്പടക്കത്തിനറ്റത്തു തീവച്ച് ഓടിക്കിതച്ചൻ മുറ്റത്തു വീണതും തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിച്ചതും കുഴിയാനയ്ക്കായി പുര ചുറ്റും ചികഞ്ഞതും വർണ്ണ പൂമ്പാറ്റകളപ്പൂപ്പൻ താടികൾ വാഴപ്പൂങ്കൂമ്പിലെ തേനുണ്ണുവാൻ വന്ന അണ്ണാറക്കണ്ണനും വവ്വാൽ കറുമ്പനും അയലത്തെ തൊടിയിലെ മാങ്കൊമ്പിൽ പാടുമ കുയിലും മധുവേറും മാമ്പഴവും. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാലമിന്നേറെ കഴിഞ്ഞു നമ്മൾ, ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു. ഉണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം. കാലമിന്നേറെ കഴിഞ്ഞു നമ്മൾ, ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു. ഉണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം. തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ.
കൂട്ടുകാരെന്നു നടിച്ചെൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ്. 30 വെള്ളി കാശിനായേശുവെ ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട്. കൂട്ടുകാരെന്നു നടിച്ചെൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ്. 30 വെള്ളി കാശിനായേശുവെ ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട്. കൂട്ടായി നിന്നെൻ്റെ കൂട്ടം പിരിക്കുവാൻ കുത്തിത്തിരിപ്പുമായി കൂടെയുണ്ട്. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. പ്രണയപുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാഴ്ത്തിച്ചിരിച്ചു പോയോൾ എൻ്റെ സ്വപ്നത്തിനും എൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ്. പ്രണയപുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാഴ്ത്തിച്ചിരിച്ചു പോയോൾ എൻ്റെ സ്വപ്നത്തിനും എൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ്. കൂടെ നടന്നിട്ടു ജീവിതപാതയിൽ ഏകനായെന്നെ വിട്ടോടിടുന്നോർ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലാ. കാരുണ്യവാരിധേ കൈവല്യധാമമേ കൈതൊഴും ഞങ്ങളെ കാക്കുമാറാകണം. നാവികനല്ലയോ മധ്യയിൽ മാർഗമേ ചേവടി താനിഹ നൗകയാം മാർഗമേ. മനസരാമത്തിൽ കോടിയിൽ ദീപമായി മിന്നും ഭവൻ പദ വൈഭവത്താൽ തോമണകുന്തേനും തൂവി നിന്നിടുന്ന ചേവടി ഞാനിഹ കൂപ്പിടുന്നേൻ. കാരുണ്യവാരിധേ കൈവല്യധാമമേ കൈതൊഴും ഞങ്ങളെ കാക്കുമാറാകണം. സ്വാഗതം പറയുന്നത് ആര്യദേവി 10 പേര്. ആര്യദേവി ഞാൻ തന്നെയാണ്. 80-81 ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോഴും വിദ്യാർത്ഥിനിയാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ഗുരുക്കന്മാരെയെല്ലാം വന്ദിക്കുന്നു. ഗുരുകാരണന്മാരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും വന്ദിക്കുകയും ഈ യോഗത്തിൽ ചെയ്യുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുള്ള നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. നമ്മളെ ക്ഷണിച്ചിട്ടുള്ള അധ്യാപകരുണ്ട്. എല്ലാവരെയും കുറേ അധ്യാപകർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പല ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം വരാൻ കഴിഞ്ഞിട്ടില്ല. വരാത്ത എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ചവരും പഠിപ്പിക്കാത്തവരും കുറേ നമ്മുടെ ഈ കലാലയത്തിൽ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവരെയും ഈ സൗഹൃദ കൂട്ടായ്മയിൽ നമ്മൾ ഓർമ്മിക്കുകയാണ്. അതിൽ നമ്മുടെ അധ്യാപകരായ ശ്രീമതി സാറാമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ നമ്മുടെ നളിനി ടീച്ചറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉഷ ടീച്ചറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യശോദ ടീച്ചറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അംബികാദേവി ടീച്ചറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേജർ ടീച്ചറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വത്സ ടീച്ചറ്, രമണി ടീച്ചറ്, നമ്മുടെ നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഈ തരുണത്തിൽ ഓർക്കുന്നു, അവരെ സ്മരിക്കുന്നു. എല്ലാവരെയും നമ്മുടെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മയിലേക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടർ സുനിൽ, അതുപോലെ തന്നെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വേറെയും വ്യക്തിത്വങ്ങൾ, എല്ലാവരുടെയും പേര് കൃത്യമായി ഓർക്കുന്നില്ല. എന്നിരുന്നാലും അവരെയെല്ലാം ആരെയും ഞാൻ ഇവിടെ വിട്ടുപോകുന്നില്ല, മറന്നു പോയിട്ടില്ല ആരെയും. നമ്മുടെ എല്ലാ സഹപാഠികളെയും നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഹാർദവമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പഠിച്ചു പോയ എല്ലാ വിദ്യാർത്ഥിനികളെയും അധ്യാപകന്മാരെയും നമുക്ക് മാർഗനിർദ്ദേശം, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആരൊക്കെ നമുക്ക് മാർഗനിർദ്ദേശം തന്നുവോ അവരെ എല്ലാം ഇത്തരുണത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിന്ന് എൻ്റെ ജീവിതത്തിൽ. ഇതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോഴും നമ്മുടെ ഈ മുഖതല ബാച്ച് 80-81 ബാച്ച് 24 hours സജീവമായിട്ടുള്ള ഒരു ബാച്ചാണ്. എപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ആക്റ്റീവാണ്. ഇന്നാക്റ്റീവായ ഒരു ടൈം പോലും അതിനകത്തില്ല. ഡേ നൈറ്റ് പ്രോഗ്രാമാണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ആ ഒരു 14-15 വയസ്സ് കാലഘട്ടത്തിലുള്ള പൂമ്പാറ്റകളെ പോലെ പാടി നടക്കുന്ന ഒരു സൗഹൃദ അന്തരീക്ഷമാണ് നമ്മുടെ ഗ്രൂപ്പ്. ആ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഇന്നിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയും നല്ല ഒരു കൂട്ടായ്മ ജീവിതത്തിൽ ഉണ്ടായതിൽ എന്തോ ഒരു പോസിറ്റിവിറ്റി ആണെന്ന് പറയാനില്ല. എല്ലാവരും എന്തൊരു ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ് നമ്മളോട് കാണിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് തിരിച്ചും എല്ലാവരോടും നമുക്കത് കാണിക്കാൻ കഴിയുന്നത് നമ്മുടെ വ്യക്തി വികാസം കൊണ്ടാണ്. അത് മുഴുവൻ നമുക്ക് നേടിത്തന്നത് നമ്മുടെ അധ്യാപകരാണ്. അതുകൊണ്ട് അവരെ നമുക്ക് എത്ര നമ്മളുടെ മനസ്സിൽ ഇടം കൊടുത്താലും മതിയാവില്ല. അത്രയും നമ്മൾക്ക് നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു ഔദ്യോഗിക ജീവിതം, നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ഉയർച്ചയ്ക്ക് ഞാൻ എന്നും എൻ്റെ 10ാം ക്ലാസ്സിലും അത് ഹയർ സ്റ്റഡിക്ക് പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഡെയിലി ഒന്നും ഓർക്കാതെ എൻ്റെ ദിവസം കടന്നു പോകാറില്ല. ആ ഒരു ഗുരുശിഷ്യ ബന്ധം മനസ്സിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാം ഭാഗ്യമായിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം ഒരു ഗുരുത്വം നമുക്ക് മനസ്സിലും ജീവിതത്തിലും ഇല്ല എങ്കിൽ നമ്മൾ പലതും പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഗുരുക്കന്മാരെ നമ്മൾ വന്ദിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ പലതും മാറിപ്പോയെങ്കിലും നമ്മളുടെ ചിന്തകൾ മാറിയിട്ടില്ല. എൻ്റെ ചിന്ത മാറിയിട്ടില്ല. ഞാൻ എപ്പോഴും ഗുരുക്കന്മാരെ വന്ദിക്കണമെന്നും പറയുന്ന കൂട്ടത്തിലും പ്രവർത്തിക്കുന്ന കൂട്ടത്തിലുമാണ്. എപ്പോഴും സ്ഥിരമായിട്ട് കാണാൻ ഉള്ളിൽ കാണാൻ കഴിയും. ഉൾക്കാഴ്ചയുണ്ട് നമുക്ക്. ആ ഉൾക്കാഴ്ച വരുത്തി തന്നത് നമ്മുടെ എല്ലാവർക്കും കുറേ കാര്യങ്ങൾ. എൻ്റെ എല്ലാ ഉയർച്ചയും ഈ ഒരു സ്കൂൾ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അന്നത്തെ അച്ഛമായിട്ടുള്ള തോമസ് സാറിനെ ഒരു തരത്തിൽ നമുക്ക് മറക്കാൻ പറ്റില്ല. ഓർക്കുന്നു. അദ്ദേഹം മാത്രമല്ല, നമ്മുടെ ശിവശങ്കരൻ മാഷ്, പിന്നെ അതുപോലെ നമ്മുടെ കുറേ അധ്യാപകര്, പേരെടുത്ത് പറയാൻ നമുക്ക് സമയമില്ല. എല്ലാ അധ്യാപകരും അങ്ങനെ ഓരോരുത്തരും നമുക്ക് വളരെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അവരെയൊക്കെ നല്ല അധ്യാപകരെ നമുക്ക് 10ാം ക്ലാസ്സിലെ ബാച്ചിൽ കിട്ടി. ആ ഒരു നമ്മുടെയൊക്കെയുള്ള അധ്യാപകരുടെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയെല്ലാം നമുക്ക് നടക്കാൻ. ഒരു സ്നേഹം എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവരും വളരെ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ അധ്യാപകരായാലും എല്ലാവരും സുഹൃത്തുക്കളായാലും നല്ല രീതിയിൽ ഇനിയും ജീവിതം നന്നായി നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയട്ടെ. എല്ലാവരും ഹാപ്പിയായി ഇരിക്കാൻ നമുക്ക് സർവേശ്വരൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് മാത്രം
പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി, അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി നമ്മുടെ സ്കൂൾ ലീഡർ ശ്രീ കമറുദ്ദീൻ അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥന്മാരെ, സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപാഠികൾ, ഇന്നലെ രാത്രി കിടന്നപ്പോൾ നേരം തള്ളിവിട്ടതാണ്. സത്യത്തിൽ നിങ്ങളൊക്കെ ഒന്ന് കാണാനും ഒരുമിച്ചിരിക്കാനും സാധിക്കുന്ന ദിവസം നോക്കി ഇന്നലെ രാത്രി ഗ്രൂപ്പിൽ കാണാം. ഞാൻ അതിൽ നിന്ന് ഗ്രൂപ്പിൽ വന്ന് കണ്ടിരുന്നു. നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ അധ്യാപക ടീച്ചർ തിരുവനന്തപുരത്തിനാണ് വളരെ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർ, സംഗീത ടീച്ചർ, ഉഷ ടീച്ചർ പോലത്തെ സാധാരണ ടീച്ചറൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ കാണാൻ വന്നത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവർ നമുക്ക് തന്നെ പോയില്ല, ഇടയ്ക്കൊക്കെ സിനിമ പോയി കണ്ടിട്ട് മരുന്ന് വാങ്ങി കഴിക്കുക. ഇപ്പോൾ അപ്പോൾ ടീച്ചർമാരുടെ സ്ഥിതി മനസ്സിലാക്കാം. അപ്പോൾ അവർ നമ്മളോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. എനിക്ക് എൻ്റെ 7ാം ക്ലാസ്സിൽ ക്ലാസ്സിലാണ് സലാം ടീച്ചർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ എല്ലാ ടീച്ചർമാരും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്ന ആളുകളാണ് ഉഷ ടീച്ചർ. ഇത് നന്നാക്കാൻ വേണ്ടി കുറേ ശ്രമിച്ച ടീച്ചറാണ്. പാവം പരാജയപ്പെട്ടു പോയി. അങ്ങനെ ഓരോ അനുഭവങ്ങളുണ്ട്. ആയിട്ട് ഞാൻ മാത്രം അനുഭവപ്പെട്ടിട്ടാറില്ല. ഈ ഇരിക്കുന്ന ടീച്ചർമാരെല്ലാവരും വളരെ വേണ്ടപ്പെട്ടവരാണ്. അതുപോലെ പിന്നെ നമ്മുടെ കണ്ണൂർ സംഘടന സംഘടിപ്പിക്കാൻ നിങ്ങൾ പറയും, അധ്യാപനം സംഘടിപ്പിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളെ സീനിയർക്ക് ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എത്താൻ അറിയിച്ചു. ബസ്സിന് എല്ലാവരും നല്ല സന്തോഷം. കൂടുതലും പറയുന്നില്ല. നമ്മുടെ ടീച്ചർമാർക്ക് 2 വാക്ക് പറയാൻ അവസരം കൊടുക്കുക. പിന്നെ നമുക്ക് സമയമില്ലല്ലോ. നമ്മളൊരു 12 ഭക്ഷണം കഴിക്കാൻ പോവുക. അതായത് പൊന്നാനി പ്രിയപ്പെട്ട സഹപ്രവർത്തകര്, അതുപോലെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് തന്നെ ഞാൻ വിളിക്കുന്നു. കുട്ടികളല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും നമുക്ക് കുട്ടികൾ, അതുകൊണ്ട് കുട്ടികളെ എന്ന് തന്നെ ഞാൻ വിളിക്കുകയാണ്. നിങ്ങളോട് എന്താ പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ അത്ര വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയില്ല. കാരണം വന്നിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ഇതിലാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ്. കാരണം അന്ന് കാലം കുറേ കടന്നുപോയി. 81 ആ കൊല്ലം ഞങ്ങളിവിടെ ജോയിൻ ചെയ്ത കൊല്ലം കുറേ പേരെ ഒന്നിച്ച് ജോയിൻ ചെയ്തു. പ്രിയപ്പെട്ട കുട്ടികൾ, ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങളിപ്പം കുട്ടികളാണെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെന്നും കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും വിളിക്കാൻ ഇഷ്ടം. ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, തിരുവനന്തപുരത്തു നിന്ന് ആണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും ദൂരത്തു നിന്ന് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ നേരത്തെ പല പ്രാവശ്യമൊക്കെ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഓരോരോ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഹസ്ബൻഡ് സുഖമില്ല കിടക്കുമായിരുന്നു. അപ്പോൾ ഒട്ടും വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോഴെങ്കിലും വരാൻ പറ്റിയത്. അപ്പോൾ ഇപ്പം ശരിക്കും ഞങ്ങളുടെ ഈ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവിടുത്തെ സ്കൂൾ കോട്ടങ്ങൽ സ്കൂളാണ്. അവിടെയാണ് ഈ സ്റ്റേറ്റ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതുപോലെ നിങ്ങളെ പോലെ തന്നെ കുറച്ച് ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ആയിട്ടൊരു കൂട്ടായ്മയുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുറച്ച് വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 കൂടെ ഒന്നിച്ച് വന്നു. അപ്പോൾ ഇപ്പോഴെങ്കിലും വന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇനി വരാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. നമ്മുടെ കയ്യിലൊന്നുമില്ല, എല്ലാ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വരാം എന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ നിങ്ങളെ കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ നല്ല നല്ല നിലയിൽ ഇരിക്കുന്നു എന്ന് അറിയുന്നതും ഒരു സന്തോഷമാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുള്ളത് കൊണ്ട് പള്ളിച്ചെല്ലയുടെ മുഖങ്ങളൊക്കെ എനിക്ക് അറിയാം ഇപ്പം. അതുകൊണ്ടാണ് ചിലരൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ സാറേ ഇതിനൊക്കെ എല്ലാവരും അറിയാം. എനിക്ക് ആരും അങ്ങനെ അറിയുന്നതല്ല. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് കണ്ട് അറിയുന്നതാണ് കുട്ടികളെയൊക്കെ. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ കാണാൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. എനിക്ക് ആരോഗ്യമുള്ള കാലത്താണെങ്കിൽ ഞാൻ വരാൻ ശ്രമിക്കും. ഇതുവരെ ശ്രമിക്കാത്തതുകൊണ്ടല്ല, സാഹചര്യം കൊണ്ടങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നല്ലതായിട്ട് ഇരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ പേര് സാധാരണ ടീച്ചറാണ്. ഞാൻ UP-യിലാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. പഠിപ്പിച്ചവരും പഠിപ്പിക്കാത്തവരും ഉണ്ടാവും ഇവിടെ. കാരണം ഹൈസ്കൂളിലേക്ക് വന്ന കുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ അവരൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഞാൻ അന്നത്തെ കാലത്ത് എല്ലാത്തിനും സജീവമായിരുന്നു. എവിടേക്ക് സ്പോർട്സ് കോഴ്സുകളിൽ എല്ലാ ഇതിനും പോകണമെങ്കിൽ എക്സ്പോർട്ടൊക്കെ ഞങ്ങളിൽ നടത്തി പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ മുമ്പ് സ്കൂളിലും വരാറുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ ഇവിടെ അടുത്താണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരുമായിരുന്നു. എൻ്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് ചോറ്റാനിക്കലേക്ക് അടുത്താണ് ഇടുന്നത്. പിന്നെ നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ സന്തോഷം ഭയങ്കര. കാരണം 48 കൊല്ലം മുമ്പ് പഠിപ്പിച്ച കുട്ടികളാണ്. അപ്പൊ അവര് ഇപ്പോഴും ഞങ്ങളെയൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഞാനൊക്കെ എൻ്റെ വീട്ടിലുള്ളവരോടും അടുത്തുള്ളവരോടും ഒക്കെ നല്ല ഞങ്ങളെ പഠിപ്പിച്ച പിള്ളേരെ വിളിച്ചിട്ടുണ്ട് പോവുകയെന്നും പറഞ്ഞപ്പോൾ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ പിള്ളേർ എന്തോരം ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കാണുമ്പോഴാണ്. ഇനിയും വഴിയിൽ വെച്ചാൽ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. അപ്പൊ പലരും ഇങ്ങോട്ട് വന്ന ടീച്ചറല്ലാന്ന് ചോദിച്ചു വർത്താനൊക്കെ പറയാം. നന്ദി. എല്ലാവരോടും സന്തോഷം, ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. ടീച്ചർ തൃശ്ശൂരാണ്. ഈ ടീച്ചറും ഞാൻ പഠിക്കുന്നുണ്ട്. നോക്കിയിട്ട് പരാജയപ്പെട്ട ടീച്ചർ. അതുകൊണ്ടാണ് തൃശ്ശൂർ പോയത്. ടീച്ചറെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതും പഠിപ്പിക്കാത്തതുമായ എൻ്റെ കുറെ മക്കളുണ്ട് അവിടെ. അവരൊക്കെ മക്കൾക്ക് മക്കളായവരാണ്. എന്നിരുന്നാലും എനിക്ക് എവിടെ ചെന്നാലും മക്കളെ തന്നെയാണ് നിങ്ങളെല്ലാവരും. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സദസ്സില് ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതില് വളരെയധികം സന്തോഷമുണ്ട്. കുറെ സ്റ്റുഡൻസിനൊക്കെ നമുക്ക് ചിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാവുന്നത്. ഇതാ മൊയ്തീനെ ചിരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മൊയ്തീനല്ലേ പേര്? അബ്ദുറഹ്മാൻ എനിക്ക് ചിരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ നിങ്ങളുടെ ഫേസ് കട്ടൊക്കെ കുറെ മാറിയിട്ടുണ്ടായിട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായോ? ഒരു ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ എത്രയോ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുള്ള മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കമറുദ്ദീൻ പറഞ്ഞ മാതിരി എല്ലാവരും നല്ല നിലയിൽ തന്നെയാണ്. കമറുദ്ദീനും നല്ല നിലയിൽ തന്നെയാണ്. അങ്ങനെ നമ്മള് മോശമാക്കിയിട്ടൊന്നുമില്ല. കമറുദ്ദീന്റെ ഞാൻ ലീവിന് ഞാൻ അബുദാബിയിലായിരുന്നു. ഇവിടുന്ന് മണത്തല പോയി. മണത്തല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ട്രാൻസ്ഫർ ആയി. പിന്നെ അവിടുന്ന് ഒരു ലോങ് ലീവ് എടുത്തിട്ട് അബുദാബിയിലായിരുന്നു. ഇവര് ഇടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. തൃശ്ശൂർക്ക് ടീച്ചർ എവിടെയായിരുന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഒരു ദിവസം നമ്മള് വീട് നോക്കിയിരുന്ന അവർക്ക് നമ്പർ കിട്ടിയിട്ട് ഇവരുണ്ട് മേജർ ടീച്ചറെ ഇവരൊക്കെ കൂടി പറഞ്ഞു. എനിക്ക് ഇവരൊന്നും മനസ്സിലായില്ല. പക്ഷെ കമറുദ്ദീന്റെ കയ്യിലൊരു കപ്പളക ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഗുരുദക്ഷിണായിട്ട് കൊണ്ടുവന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാല് ഹസ്ബൻഡിനെ അയച്ചു, ഫോട്ടോ അയച്ചു. അപ്പൊ ഞാൻ അതിന്റെ ക്യാപ്ഷൻ എഴുതി അധ്വാനത്തിന്റെ ഫലം എന്ന് പറയുന്നുണ്ട്. ഇവര് വന്നിട്ട് കൃഷി ചെയ്തിട്ട് എടുത്ത വിചാരിച്ചത് മുമ്പര്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു ശിക്ഷ കൊണ്ടുവന്നതാണ്, അതിന്റെ ഫലമാണ്, അവന് പഠിപ്പിച്ചതിന്റെ ഫലമാണ് എനിക്ക് കൊണ്ടുവന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ എല്ലാവരും നല്ല നിലയിലൊക്കെ തന്നെയാണ്. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയർമാരും അങ്ങനെ എല്ലാവരും വലിയ നിലയിലൊന്നും അല്ലെങ്കിലും എല്ലാവർക്കും ആവാനും പറ്റില്ല. പക്ഷെ എല്ലാവരും നല്ല നിലയിലാണ്. ഞങ്ങൾ പഠിപ്പിച്ച എല്ലാ മക്കളും എവിടെയായാലും ഒക്കെ നല്ലവരാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ ക്ഷണിച്ചതില് വളരെയധികം സന്തോഷമുണ്ട്. ആരോഗ്യകാലൊക്കെ പ്രായമായി. പിന്നെ എനിക്കൊരു ആക്സിഡന്റ് ആയിട്ട് ഞാൻ കിടപ്പിലായിരുന്നു. അപ്പൊ അങ്ങനെ നാസർ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? പിന്നെ എൻ്റെ ഒരു ശിഷ്യനുണ്ട് ഇവിടെ കബീർ. അവന്റെ മോളെ കല്യാണത്തിന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പൊ സ്കൂള് കണ്ടു, വളരെയധികം സന്തോഷമായി. കുറച്ച് ചുറ്റി കറങ്ങി കണ്ടു. പിന്നെ അവിടെ താമസിച്ചത് കണ്ണങ്കാവ് അമ്പലത്തിന്റെ അവിടെ എൻ്റെ മൂത്ത മകനായിട്ടാണ്. അവിടെയൊക്കെ കണ്ടു. അപ്പോൾ ഒരു ഓർമ്മകളൊക്കെ പുതുക്കാൻ പറ്റി. പക്ഷെ കുറെ ആൾക്കാർ മൺമറഞ്ഞു പോയി. അവിടെ താമസിച്ചിരുന്നവരൊക്കെ സ്കൂള് കണ്ടു. ഓഫീസ് വന്നപ്പോ അവര് നമ്മളറിയണില്ല, ആരും അറിയാനാ. ഒക്കെ എല്ലാവരും ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ടാവും, പെൻഷനായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തായാലും നിങ്ങളൊക്കെ കണ്ടതില് വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, നാസർ കബീർ ഒക്കെ ആയിട്ട്. പിന്നെ ശിവശങ്കർ മാഷ് മോൻ അബുദാബിയില് വരാറ് തന്നെ കണ്ടിട്ടുണ്ട്. അനിലാന്ന് പറഞ്ഞ പേര്. പിന്നെ
കലാകുമാശം എന്നെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു അബുദാബിയിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറേ മക്കള്, ഇവിടുത്തെ കുറേ മക്കള് എന്നെ റോട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ ടാക്സിക്ക് പോണവരൊക്കെ വിളിച്ച് നിർത്തുന്നെ കുറച്ച് ടീച്ചറല്ലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ ഈ ഫീൽഡില്. അബുദാബിയിലും ഒരു 19 വർഷം അവിടെ പഠിപ്പിച്ചു ഞാൻ. പിന്നെ ചെറുതിരിക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വന്ന് ജോലി ചെയ്ത് റിട്ടയറായി. വീണ്ടും പോയി ഹസ്ബൻഡിൻ്റെ അടുത്ത്. ഇപ്പം ഞങ്ങള് 2009 വന്നു ഇവിടെ പെർമനന്റ് ആയി. നിങ്ങൾ തൃശ്ശൂർക്ക് വരുമ്പോൾ സെൻട്രൽ ജയിലിന്റെ അടുത്താണ്. ഒന്ന് വിളിച്ചിട്ട് എല്ലാവരും വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഫേസ്ബുക്കൊക്കെ ഓർമ്മ വരും. ഇപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു വരുമ്പോ അത്ര ഓർക്കാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പൊ എന്തായാലും ഞങ്ങൾ എന്നെ അങ്ങനെ ക്ഷണിച്ചതിലും ഇങ്ങോട്ട് ക്ഷണിച്ചതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. ഇനിയും ആരോഗ്യമൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ വിളിക്കുമ്പോൾ ഞാൻ വരുന്നതായിരിക്കും സ്ഥലത്തുണ്ടെങ്കിലും. അങ്ങനെ വളരെ സന്തോഷം. എല്ലാവർക്കും നന്മകളും ആയുസ്സും ആരോഗ്യമൊക്കെ നേരുന്നു. ഓക്കെ. അടുത്തതായി നമ്മുടെ സ്വന്തം മേഖല വേദിയിലിരിക്കേണ്ട എന്റെ സഹപ്രവർത്തകരെ, മക്കളെ എന്നാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ വിളിക്കുന്നത് സുഹൃത്തുക്കളെ എന്നാണ്. അതിന് കാരണമുണ്ട്. കാരണം 80-81 ബാച്ച് ആദ്യം ഇവിടെ നടത്തുമ്പോൾ നിങ്ങളെല്ലാവരും മക്കളായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോ ചങ്ങരംകുളത്തിൽ കൂടെ പോകുമ്പോഴൊക്കെ നിങ്ങളിൽ ഓരോരുത്തരും എന്നെ കാണും. ഒരു സുഹൃത്തിനെ പോലെയാണ്. ടീച്ചറെ വായോ, വീട്ടിലേക്ക് വായോ, ചായ കുടിക്കാം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾ പറയുന്ന കാര്യം ചായ കുടിക്കാം. അതേപോലെ എപ്പോഴും ഒരു സുഹൃത്തിനെ പോലെയാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഇവരൊക്കെ വല്ലപ്പോഴേ വരുന്നുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വരുന്നുണ്ട്. ഇവിടെ ഏത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉണ്ടെങ്കിൽ പൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ബാച്ച് മാത്രമല്ല, ഏത് ബാച്ച്. അതിന് കാരണം എന്താ വെച്ചാല് 20 കൊല്ലം ഈ മുക്കുതല ഹൈസ്കൂളിൽ എൻ്റെ നല്ല പ്രായവും നല്ല ഒരു ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇവിടെ കിടന്നത്. അപ്പൊ എൻ്റെ സ്വഭാവത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞ വിദ്യാർത്ഥി സമൂഹമാണ് എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയാം. പൂർവ്വ വിദ്യാർത്ഥി സംഗമം മൂക്കുതല ഹൈസ്കൂളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അമ്മയെ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പോയിരിക്കും അവിടെ. എന്ത് പ്രശ്നമാണ്. ഇന്നും അസൗകര്യങ്ങളുണ്ട്. അസൗകര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പ്രായമാകും തോറും. ഞാനൊരു പൊടിക്ക് വിടാതെയാണ് ഇന്നും വന്നത്. നിങ്ങളെ കാണാന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന അധ്യാപകരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. ഞാൻ തിരിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ നല്ല കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ, അതായത് നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അത് ഈ ലോകത്തിന്റെ പല സ്ഥലത്ത് പോയപ്പോഴും, അതായത് ട്രാൻസ്ഫർ ആയിട്ട് ഉയർന്ന പോസ്റ്റിലൊക്കെ പോയപ്പോഴൊക്കെ ഈ മൂക്കുതലയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഞാനിത് എടുത്തു പറയേണ്ടായി. ഇവിടെ നിന്ന് കിട്ടിയ ഓരോ അനുഭവവും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രായോഗികതയുള്ളതായിരുന്നു. വളരെ അധികം അത് എനിക്ക് ജീവിതത്തിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൂക്കുതല എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഓടി വരുന്നതിന്റെ ഒരു പ്രധാന കാരണം. പിന്നെ പലരോടും ഞാൻ ഇപ്പൊ പലരും റിട്ടയർ ചെയ്തു. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം മറ്റോ റിട്ടയർ ചെയ്ത ടീച്ചർമാരെയൊക്കെ ഇവിടെ ഈ വിദ്യാർത്ഥികൾ ആദരിക്കുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ വെറുതെ ഇരിക്കുകയാണ്. എനിക്കത് കേട്ടപ്പോ സങ്കടം തോന്നി. സത്യം പറഞ്ഞു, വെറുതെ ഇരിക്കേണ്ട പ്രായമൊന്നും നിങ്ങൾക്ക് ആയിട്ടില്ല. ഞാനിപ്പോഴും വെറുതെ ഇരിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടാണ് ഇതിലെ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ നിങ്ങളെ തട്ടി നിർത്തി എന്നോട് വിവരം ചോദിച്ചത്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, നിങ്ങളെന്നല്ല ഈ മുക്കല സ്കൂളിലെ വിദ്യാർത്ഥികൾ. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ഇരിക്കേണ്ട പ്രായമായിട്ടില്ല. വെറുതെ ഇരുന്നാൽ ഓരോരോ അസുഖങ്ങൾ വരും. കുശുമ്പും കുനിട്ടൊക്കെ മനസ്സിൽ തോന്നും. മരുമക്കളോടൊക്കെ ദേഷ്യം തോന്നും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വഴിക്ക് വഴി. നമുക്ക് പ്രായമായി വേണം. പ്രായമാകുന്നതോറും നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അപ്പൊ ഒരിക്കലും വെറുതെ ഇരിക്കരുത് എന്നാണ് ഈ കാലപ്രായത്തിൽ എനിക്ക് നിങ്ങളോട് പറയാം. ഞാൻ 24 മണിക്കൂറും പരമാവധി കുറച്ച് സമയം മാത്രമേ വീട്ടിലിരിക്കുള്ളൂ. കാരണം ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? വീട്ടിലെന്തിനാണ് ഒരു വഴക്കുണ്ടാക്കുന്നത്? ഇരുന്ന വഴക്ക് ഉറപ്പാണല്ലോ. നമ്മളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അപ്പൊ
പുറത്തേക്ക് പോവുക. നമ്മളെ പോലെ ആ നടത്തത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് ഞാൻ കാണാറുണ്ട്. ഒന്നും ഒളിച്ചു നോക്കാതെ ഞാനത് ഡിലീറ്റ് ചെയ്യാറില്ല. ഇപ്പൊ പലരെയും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പലരെയും മുഖപരിചയമുണ്ട്. ഓരോ പുതിയ ആളുകളൊക്കെ പുതിയ ആളുകൾ ചേർന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരുമ്പോൾ നിങ്ങൾ അത് പറയാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവരെ ഓരോരുത്തരെയും. അതുകൊണ്ട് വാട്സപ്പ് ഉള്ളത് വലിയൊരു ഗുണമാണ്. പലരെയും ആ സൗഹൃദം നിലനിർത്താനും ആളുകളെ മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമാണ്. ആ സൗഹൃദ കൂട്ടായ്മ നിങ്ങൾ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കമറുദ്ദീനുമായിട്ട് ഞാനത് കമറുദ്ദീൻ പറയാറുണ്ട്, ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു നല്ല ആ മനസ്സ് നിലനിർത്തണം. ഇനിയും ഇനിയും ഒരുപാട് പേർക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് ഈ സ്കൂളിലെ 80-85 ബാച്ചിലെ കുട്ടികളുടെ കൂട്ടായ്മ കൊണ്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണം കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയുസ്സും ആരോഗ്യവും ഇനിയും ഇനിയും ഇവിടെ കൂടാനുള്ള അവസരം ഉണ്ടാകട്ടെ. അതോടൊപ്പം എനിക്ക് ടീച്ചർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മകളും മരുമകനെ കുട്ടി വന്നിട്ടുള്ളത്. ടീച്ചറെ 2 പേർക്ക് പറയാനുണ്ട്. നമ്മൾ ശകുന്തള പറഞ്ഞിട്ടാ, കോളന്റെ ശകുന്തള. എൻ്റെ പേര് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ടീച്ചർമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയാനുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ അമ്മ ടീച്ചർ വഴികൾ വരാൻ പറ്റുമോയെന്ന് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഈ അവസരം അതിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. നമ്മളെ ഹിന്ദി പഠിപ്പിച്ച പിന്നെ നമ്മുടെ മുക്കോല ഉള്ള ആളായ കാരണം ഞങ്ങളൊരു ഹോട്ടലൊക്കെ ഉണ്ട്. പ്രിയമുള്ള കുട്ടികളെ, കുട്ടികളെന്ന് വിളിച്ചത് അന്ന് കുട്ടികളായിരുന്നല്ലോ. ഇപ്പോഴും നിങ്ങൾ എൻ്റെ കണ്ണിൽ കുട്ടികൾ തന്നെ. ബാബു സലീം വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഇളയമകൻ്റെ അടുത്തായിരുന്നു. നിങ്ങളെയൊക്കെ ഒന്നിച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോഴാണ് അവൻ എന്നോട് കൊണ്ടുവന്ന് വിട്ടത്. വരാൻ കുറച്ച് വൈകി. ഞാൻ വിചാരിച്ചു പരിപാടിയൊക്കെ എന്തായോ അപ്പോൾ കഴിഞ്ഞ് കാണുന്നു. അപ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ തീർത്ഥാടനത്തിനൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. പിന്നെ സങ്കടമുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാറില്ലല്ലോ, അത് സ്വയം അങ്ങോട്ട് അനുഭവിക്കും. എങ്കിലും പ്രായാധിക്യമുണ്ട്. ഇവിടെ വെച്ച് ഏറ്റവും സീനിയറാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കാണാൻ പറ്റിയൊരു സന്ദർഭമാണല്ലോ. അപ്പോൾ എന്തായാലും എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു തരുന്നത് എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു. മകനെയൊക്കെ നിങ്ങൾക്കറിയാം, പ്രഷീദ്, പ്രമോദ്, പിന്നെ മോളാണ്. കുറേ പ്രായ വ്യത്യാസമുണ്ട്. അവളും കല്യാണം കഴിച്ചു പോയി. അവരൊക്കെ എൻ്റെ മകനും മരുമകളും, മൂത്ത മകനും മരുമകളും ഇവിടെ ഈ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. വലിയ ജോലിയിലും സാധാരണ ജീവിക്കാനുള്ള വീടിനടുത്ത് തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ മകൻ പ്രമോദ്, അവൻ്റെ അടുത്തായിരുന്നു ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അവരെയൊക്കെ അറിയാം. അവനിവിടെ റേഷൻ ഓഫീസിൽ, പൊന്നാനി റേഷൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവനാണ് പിന്നെ ഇവിടെ കൊണ്ടുവന്ന്. അങ്ങനെ ജീവിതത്തിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളുടെ മുഖം കാണുമ്പോഴും എനിക്ക് സന്തോഷം തന്നെയാണ് തോന്നുന്നത്. എല്ലാവരുടെ മുഖത്തും സന്തോഷമാണ്. ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണാൻ സാധിക്കുക എന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. വീടിനുള്ളിൽ തന്നെ അധികം പുറത്തിറങ്ങി അധികം ഒന്നും സഞ്ചരിക്കാറില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടക്കാറൊക്കെയായി, കുഴപ്പമൊന്നുമില്ല. എന്നാലും നിങ്ങളെ ഒരുമിച്ച് കണ്ടു. പല മുഖങ്ങളും ഇപ്പം എനിക്ക് പേരൊന്നും ഓർമ്മ വരുന്നില്ല. ഓർമ്മശക്തി കുറഞ്ഞു വരുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. എന്നാലും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതും ഈ സ്നേഹം പങ്കിടാൻ സാധിച്ചതും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം എനിക്ക് മനസ്സിൽ വരുന്നില്ല. എന്നാലും പല കുട്ടികളുടെ മുഖവും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ബാബുവിനെ പിന്നെ എനിക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ടാണ്. എല്ലാവർക്കും നല്ലത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടുത്തെ ടീച്ചർമാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റുഡൻസ്. അപ്പൊ ആദ്യമായി ഇവർക്ക് നമ്മളൊരു മൂമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
ആദ്യം അത് നമുക്ക് വിതരണം ചെയ്യാം, അതൊക്കെ കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കേരളത്തിലെ സുനിലിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് നമ്മളെല്ലാവരും അതോ നിങ്ങളുടെ പിടിക്കണം കേട്ടോ. ടീച്ചർ പാട്ട് പാടുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിനെ ചെയ്തെടുക്കാൻ പറ്റിയത്. ഓക്കെ ഓക്കെ. ഓക്കെ അതെ, ശകുന്തള ഫോട്ടോ ഒന്നും ഒന്നും കരുതില്ല. ഇങ്ങനൊരു അനുഭവങ്ങൾ പങ്കുവെക്കല് സ്റ്റുഡൻസിന് പറയാനുള്ളത് പറയുക. ആദ്യം പേരും ക്ലാസ്സൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ്. കാരണം പലരുടെയും മുഖം പലർക്കും അപരിചിതമായിരിക്കും, ചിലപ്പോൾ അടുത്ത് ഇന്ന് പഠിച്ച ആളായിരിക്കും. അപ്പോൾ ഓരോരുത്തരായി എല്ലാവരും അനുഭവങ്ങൾ പങ്കുവെക്കണമെന്നാണ് പറയുക. അപ്പോൾ ആദ്യം സുനിലിനെ ക്ഷണിക്കുന്നു. ഈ ആദ്യം തന്നെ ലേറ്റായി വന്ന സീനത്തിന് ഒരു സ്വാഗതം പറയുന്നു. സീനത്ത് ലേറ്റായാലും ലേറ്റസ്റ്റ് ആയ സീനത്തിന് സ്വാഗതം പറയുന്നു. ഈ സാർമാരും ടീച്ചർമാരൊക്കെ ഭയങ്കര സംസാരിക്കാൻ ഭയങ്കര മിടുക്കന്മാരായതുകൊണ്ട് അത് നല്ലോണം പ്രസംഗിക്കും. ഞാൻ സാധാരണ സംസാരല്ലേ ഉള്ളൂ. അപ്പം എന്താണ് പറയേണ്ടത്? അനുഭവം പറയുന്നെങ്കിൽ ഒരു ദിവസം മുഴുവൻ പറയാൻ അനുഭവമുണ്ട്. അപ്പം ആദ്യം ഞാൻ ഈ മൂക്കുതലിനെ പറ്റി പറയാം. മൂക്കുതല സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു. 10ാം ക്ലാസ് വരെ കഴിഞ്ഞിട്ട് 81 SLC കഴിയുന്നു. അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂരാണ് പിന്നെ പഠിച്ചിരിക്കുന്നത്, സെന്റ് തോമസ്. പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് കുറേ പേരുണ്ട്. അവരുടെയൊക്കെ ഭയങ്കര വലിയ താഴത്തെ സ്കൂളിൽ പഠിച്ച കുറേ ആൾക്കാർ. അപ്പോൾ പറയുമ്പോൾ ഒന്ന് മൂക്കുതല സ്കൂളിൽ ആർക്കും അറിയില്ല, മൂക്കുതല സ്ഥലം ആർക്കും അറിയില്ല. രണ്ട് നമുക്ക് പറയാനും തിരിച്ച് ചമ്മലാണ് മൂക്കുതല ഗവൺമെന്റ് സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ അത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മൂക്കുതല നിങ്ങൾ അറിയില്ല, നിങ്ങൾ നിർമ്മാല്യം കാണും. നിർമ്മാല്യത്തിലേക്ക് ആ സ്ഥലം മൂക്കുതലയാണ്. ആ കാണുന്ന പോസ്റ്റ് ഓഫീസ് ഞാൻ താമസിച്ച പോസ്റ്റ് ഓഫീസാണ്, ഞാൻ ജനിച്ച പോസ്റ്റ് ഓഫീസ്. പക്ഷേ ഇപ്പോൾ ഈ നെറ്റും ഇതൊക്കെ വന്നതോടെ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളും അറിയാം. ഇപ്പം മൂക്കുതല എന്ന് പറഞ്ഞാൽ അറിയാം, നിർമ്മാല്യം ഉണ്ടാകുന്ന അറിയാം, MT ഇപ്പം എല്ലാവരും നിർമ്മാല്യം രണ്ടാമത് കണ്ടുപിടുന്ന സമയമാണ്. കാരണം പ്രത്യേകിച്ച് അതിലത്തെ കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ഉള്ള കാരണം എല്ലാവരും രണ്ടാമത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ നമ്മളുടെ മഹാനായ ചിത്രമൊരുപാട് പുള്ളി മരിച്ച സമയത്തൊക്കെ ഞാൻ അഭിമാനത്തിൽ പറയും, എൻ്റെ സ്കൂൾ ചിത്രമൊരുപാട് 1 രൂപയ്ക്ക് കൊടുത്ത സ്കൂളാണ്. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല, അഭിമാനമുണ്ട്. അത് സാറന്മാരൊക്കെ ഞാൻ പറയാം, ഞാനത് കഴിഞ്ഞ് കുറേ പഠിച്ചു, സെന്റ് തോമസിൽ പഠിച്ചു, MBBS പഠിച്ചു. പക്ഷെ ഞാൻ പറയാം, ഇത്രയും സിൻസിയർ ആയിട്ട് പഠിപ്പിക്കുന്ന മാഷന്മാരെ ഞാൻ അവിടെ ഒന്നും നടത്തില്ല. മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത്, ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങിയ സമയത്താണ് പഠിച്ചിരിക്കുന്നത്. അന്നൊന്നും റെഗുലർ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇല്ല. MBBS കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് പാസ്സായിട്ടുള്ള കുറച്ച് പേര് അവർ പ്രൊഫഷണൽ ട്യൂട്ടർ മറന്നു വരും, അവരാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് പഠിപ്പിക്കാൻ യാതൊരു കോച്ചിങ്ങില്ല. എന്തെങ്കിലും പഠിപ്പിക്കാൻ സത്യം പറഞ്ഞാൽ അതൊരു കഴിവാണ് ശരിക്കും. ഇപ്പം നല്ലൊരു സ്റ്റുഡൻറ് നല്ലൊരു അധ്യാപനമാണൊരു നിർബന്ധമില്ല. ആരോഗ്യവും ഓർമ്മകളും കൂടുതൽ കാലം ഉണ്ടായിരിക്കട്ടെ. ആർക്കും കാര്യമായിട്ട് അസുഖമൊന്നും വരാതെ സൂക്ഷിക്കുക, അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.
പാട്ടുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കാണാറില്ല. അപ്പൊ എല്ലാവർക്കും ഒരു 3 മിനിറ്റാണ് സമയം ഉണ്ടാവുക നമ്മുടെ കളി മുന്നോട്ട് പോകുന്നത്. ഹലോ, ഞാൻ അല്ലാതെയാണ് കല്ല് ചെയ്ത് പഠിച്ചത്. ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നത്. എല്ലാവരും കാണാനല്ലോ വന്നതാണ്. എല്ലാവരും കണ്ടൊരു സന്തോഷം. ഇന്ന് അതിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് രാവിലെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അത് അത്രയും സംഭവം കൂടെ നമ്മളെല്ലാവരും കൂടെ ഇടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാഷ മകനാണെന്നുള്ള ടേബിളിലായിരുന്നു എൻ്റെ കൂടുതൽ അറിയുന്നത്. ഭാഷ മകനായതുകൊണ്ട് ഗുണങ്ങളും ഉണ്ടായിരുന്നു, ദോഷങ്ങളും ഉണ്ടായിരുന്നു. അതായത് ദോഷങ്ങളെന്താണെന്ന് വെച്ചാൽ എനിക്ക് വല്ലാതെ കച്ചറ കളിക്കുന്ന അവസരം കിട്ടിയില്ല. ഗുണം എന്താണെന്നുള്ളത് എല്ലാവരും അറിയും. അപ്പോൾ എല്ലാവരും കടയിൽ വന്നപ്പോൾ ടീച്ചർമാരൊക്കെ വന്നു. ഞാനൊക്കെ അറിയും. എല്ലാവരും ആൾക്കാരെ കാണുന്നതിന് എല്ലാവരും കാണാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അമ്പതും എല്ലാവർക്കും സാറിന് ഇതുവരെ പോയി കാണാൻ വേദിയിലിരിക്കുന്ന അധ്യാപകരെ, സ്നേഹമുള്ള അധ്യാപകരെ, വളരെ ദൂരത്ത് നിന്ന് വന്ന് നമ്മളുടെ ഈ സ്നേഹ കൂട്ടായ്മയിൽ നമ്മളോട് ഒപ്പം പഴയ ആ മനസ്സോട് കൂടി തന്നെയാണ് എല്ലാ ടീച്ചർമാരും വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ കൂടെ പഠിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും, എല്ലാ സഹപാഠികളും, അറിയാവുന്നവരും അറിയാത്തവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും കാണാനുള്ള ഒരു അവസരം സർവേശ്വരൻ നമ്മൾക്ക് നൽകി. നമ്മളത് യൂസ് ചെയ്തു. പിന്നെ അനിൽ പറഞ്ഞതുപോലെ, സുനിൽ പറഞ്ഞതുപോലെ ഓർമ്മയാണ് എല്ലാം. ഓർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, മറക്കാതിരിക്കുക. എപ്പോഴെങ്കിലൊക്കെ അവസരങ്ങൾ വരുമ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും അതിൽ എത്തുക. കൂടുമ്പോഴാണ് ഇമ്പം. ഇമ്പം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൂടണം. അതാണ് വേണ്ടത്. ഇന്ന് കാലത്ത് എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ വളരെയധികം എക്സൈറ്റഡ്, സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ പലതും നാം പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്നതാണ്. ഞാൻ ഒരിക്കലും ഈ സ്കൂൾ വിട്ട് പോകുമ്പോൾ ടീച്ചർമാരെ ഒന്നും കാണുന്ന ഒരു പ്രതീക്ഷയില്ല. സീനത്തിൽ ആദ്യം തുടങ്ങി നമുക്ക് ഒരു കൂട്ടായ്മ വേണം. എല്ലാ ടീച്ചർമാരും വരുന്നുണ്ട്. കമറും അതിൻ്റെ പുറകെയുള്ള ബാക്കി എല്ലാവരും, പ്രത്യേകിച്ച് സീനത്തും കമറും ഞങ്ങൾ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നതാണ്. ഉണ്ണീഷൻ, അങ്ങനെ രാജൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ എപ്പോഴും നമ്മൾ കോൺടാക്ട് ചെയ്യും. അതുകൊണ്ടാണ് കമറിൻ്റെ പേരെടുത്ത് പറഞ്ഞത്. പിന്നെ ആസർ. അപ്പോൾ വളരെയധികം സന്തോഷം. എന്താ വെച്ചാൽ അമ്പിയാരുടെ ടീച്ചറും ഇവരെല്ലാം വരുന്നുണ്ട്. 2-3 ദിവസം മുന്നെയാണ് ഏതോ ടീച്ചറെ വീട്ടിൽ കമർ പായൻ്റെ പറഞ്ഞത്. അപ്പോൾ ഏതോ അവരെ പോയി വീട്ടിൽ പോയിരുന്നു രാധ ടീച്ചർ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളെക്കാട്ടും കൂടുതൽ നമുക്കൊക്കെ ഇപ്പോൾ ഏകദേശം 59-60 ആയപ്പോൾ നമ്മളെ 70 ക്രോസ് ചെയ്ത് നമ്മുടെ ടീച്ചർമാരാണ് നമ്മളെക്കാട്ടും എനർജറ്റിക് ആയിട്ട് എനിക്ക് ഫിസിക്കലി ഫീൽ ചെയ്യുന്നത്. അല്ലേ? ടീച്ചർമാർ നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാട്ടും ഭയങ്കരമായിട്ടാണ് ടീച്ചർമാരിരിക്കുന്നത്. അതുപോലെ തോന്നുന്നത് എനിക്ക്. അതിപ്പോൾ യശോദ ടീച്ചർ മാത്രമാണ് കുറച്ച് മേക്കോവറിന്റെ കുറവുകൊണ്ടാണ്. അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആരെങ്കിലും ഇല്ലാതെ നല്ല ടീച്ചറൊക്കെ നമ്മളെയായിട്ട് കോമ്പറ്റ് ചെയ്യാൻ നമുക്ക് ഓടിയെത്തുന്ന എനിക്ക് തോന്നുന്നില്ല. ടീച്ചറുടെ ഫിസിക്കൽ എന്നും അതേപോലെ നല്ല ആരോഗ്യത്തോടും ആയുസോടും സന്തോഷത്തോടും കൂടി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പാട്ടിന്റെ കാര്യം പറഞ്ഞ് എനിക്ക് ആദ്യം അമ്മയുടെ ടീച്ചറാണ്. പിന്നെ ഒരു കൽപ്പന ടീച്ചർ ഉണ്ടായിരുന്നു പാട്ടിന്റെ. ഇവർ രണ്ടാളോ ഞങ്ങളെ പിന്നാലെ നടക്കുക, പാട്ട് പഠിപ്പിക്കാനും ഇതിനൊക്കെ പോയിട്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർമ്മ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ടീച്ചർ പറഞ്ഞിട്ടാ അത് ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം വിചാരം ഞാനിപ്പോഴും അന്നത്തെ ആവേശമാണ്. അതുപോലെ പാട്ടൊക്കെ പാടുന്നതാണ്. അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ ശ്വാസം പിടിച്ചാലൊന്നും കിട്ടില്ല. അതുപോലെ ഈ കരോക്കെ വെച്ച് പാടാനൊന്നും എനിക്കറിയില്ല. പുതിയ പാട്ടൊന്നും അറിയില്ല, കേൾക്കാറില്ല. പൂകൾക്ക് പുണ്യകാലം, മേൽമാസരാവുകൾക്ക് വേലിക്കാലം, നക്ഷത്രത്തിരി കൊളുത്തു നിലാവിൻ്റെ കൈകളിൽ നിശ്ചയതാമ്പുലതാലം.
മാസരാവുകൾക്ക് വേളിക്കാലം മാനത്തെ നവരത്ന വ്യാപാരത്തെരുവുകളിൽ മഞ്ഞളേറി വന്നിറങ്ങിയ രത്ന വ്യാപാരി മാനത്തെ നവരത്ന വ്യാപാരത്തെരുവുകളിൽ മഞ്ഞളേറി വന്നിറങ്ങിയ രത്ന വ്യാപാരി ഒരു വളയ്ക്ക് മുത്തു തരൂ ഒരു മിന്നിനു പൊന്നു തരൂ ഒരു കോടി ദ്വീപുകളുടെ അധിപനല്ലേ നീ അധിപനല്ലേ നീ പൂവുകൾക്ക് പിന്നെ കാലം വെളിമാസരാവുകൾക്ക് പേളിക്കാലം നക്ഷത്രത്തിരി കൊടുത്തു ഇലാവിൻ്റെ കൈകളിൽ നിശ്ചയതാമ്പൂലകാലം. നമ്മുടെ ടീച്ചർക്ക് തന്നെ അറിയാം, നല്ല ടീച്ചർക്ക് തന്നെ അറിയാം. പിന്നെ ടീച്ചർക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിന് മുന്നിലായിരുന്നു, അവരൊക്കെ താമസിച്ചില്ല. അപ്പോൾ ഈ ടീച്ചറെ പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാം, ഞാൻ അവിടെ നിന്ന് കേൾക്കാറുണ്ട്. ഇന്ന് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം പാട്ടുകളൊക്കെ ഇടയ്ക്ക് അതിപ്പോൾ കാര്യങ്ങൾ മുന്നിൽ പറഞ്ഞല്ലോ, ഡ്രസ്സിങ്ങിലൊക്കെ ചുവന്ന കല്ലിട്ട ചുവന്ന കല്ലിട്ട ഇത് സാരിക്ക് അതേ കളറുള്ള വള. അപ്പോൾ അങ്ങനെയൊക്കെ ടീച്ചറെ നമ്മളിങ്ങനെ എപ്പോഴും നോക്കിയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓർമ്മയിലും നല്ല ടീച്ചർ, പിന്നെ വളരെ ശാന്തമായിട്ടുള്ള ടീച്ചർ. നമ്മളിത് എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഉഷ ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒക്കെ പിന്നെ ഞാൻ നന്നായി പഠിക്കുന്നതുകൊണ്ട് പിന്നെ അധികം ഇതൊക്കെ കടന്നിട്ടൊന്നുമില്ല. പിന്നെ ചെയ്യല്ലേ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണല്ലോ നമുക്ക് എപ്പോഴും, നിറയെ ഓർമ്മകളാണ്. പിന്നെ ഒരുപാട് ഓർമ്മകളാണ്. ഇപ്പോൾ 10A എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്ലാസ് ആയിരുന്നു അന്ന്. കാരണം എല്ലാവരും നന്നായി പഠിച്ചിരുന്നു. കാരണം നല്ല ക്ലാസ്, എപ്പോഴും ബഹളം തല്ലും. അപ്പം നമ്മൾ ഈ ഫുട്ബോൾ, ഓട്ടം, ചാട്ടം, സ്പോർട്സ് ആ ലെവലിൽ അങ്ങനെ പോവുക. കാരണം പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് ആ വഴിക്ക് നീങ്ങാതെ ഓട്ടം, ചാട്ടം, ഫുട്ബോൾ ആ ലെവലിൽ അങ്ങനെ പോയി. പിന്നെ എന്താ ഓർമ്മകൾ, ഇതൊക്കെ തന്നെയല്ലേ ഓർമ്മകൾ. എൻ്റെ വീടിൻ്റെ അടുത്ത് സ്കൂൾ, ഞാൻ അവിടുന്ന് സ്കൂളിൽ വരുന്നു, കളിക്കുന്നു. ഞാനും നാസറും ഫുട്ബോൾ കളിക്കുന്നു. ഡിസ്ട്രിക്റ്റിൽ തിരൂർ വിദ്യാഭ്യാസയിലും കളിക്കുന്നു, സീനിയർ കളിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഫോർവേഡായിട്ട് ഒന്നിച്ച് കളിക്കുന്നു, ബോൾ അടിക്കുന്നു. അതൊക്കെ തന്നെ ഞങ്ങളുടെ ഓർമ്മകൾ. പിന്നെ പഠനത്തെ കുറിച്ചിട്ട് ഒരുപാട് ഓർമ്മിക്കാനില്ല. നാസിർ പിന്നെ വളാഞ്ചേരി കോളേജിൽ എങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ട് 2 കൊല്ലം പേടിക്കലൊക്കെ ആയിട്ട് പോയി. ഞാൻ പിന്നെ അങ്ങനെ 15ാം വയസ്സിൽ പാസ്പോർട്ട് എടുത്തുകൊണ്ട് അങ്ങനെ ഗൾഫിലും. അതാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. മക്കൾ കുഴപ്പമില്ല, അവർ ഗൾഫിലുണ്ട്, നമുക്ക് പോകണം. പിന്നെ ഇപ്പോൾ പരിപാടിയൊന്നുമില്ല, ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, സുഖമായിട്ട് ചില ആളുകളൊക്കെ ആയിട്ട് കണക്ഷൻ എന്നതാണ് അറിവ്. ഇനിയും ചിലപ്പോൾ എത്തുമെന്ന് അറിയില്ല. അപ്പോൾ അവരോടൊക്കെ അതിയായ സന്തോഷം. എനിക്ക് പറഞ്ഞറിയിക്കാനെക്കാട്ടും സന്തോഷമുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ സമ്മർദ്ദത്തിന് മുമ്പത്ത് പോകാൻ പറ്റുന്നത്. പിന്നെ പറയാൻ വേണ്ടി ടീച്ചർമാരോട് ഇവരോടൊക്കെ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ടീച്ചർ എല്ലാവരും വരാ എന്ന് സന്തോഷത്തോടെ കൂടിയിട്ട് ടീച്ചർമാർ അത് ഏറ്റെടുത്ത് നമ്മളോടൊപ്പം കൂടാൻ വേണ്ടിയിട്ട് ചേർന്ന് ആ ടീച്ചർമാരോടും അവരുടെ സന്തോഷാനുഭവങ്ങളോടും പറയാൻ അറിയില്ല എന്ന് മാത്രമല്ല, കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് വീണ്ടും കൂടുമ്പോഴുള്ളത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും പറഞ്ഞിട്ട് ഓർമ്മിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അത്ര എല്ലാവരും സന്തോഷം. എല്ലാവരും പിന്നെ വേണ്ടുള്ളത് ഇത്രയും ദിവസം ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഭയങ്കര സന്തോഷത്തിലായിക്കൊണ്ട് എല്ലാവരും കൂടുതലുള്ള. പക്ഷെ ഇന്നത്തോടുകൂടി അത് കഴിയാണ്. പക്ഷെ ഇന്നത്തെ ദിവസം നമുക്ക് എന്നും ഓർക്കാനുള്ള ദിവസം ആയിരിക്കണം ഈ ഒരു ദിവസം. ഈ പാട്ട് കഴിഞ്ഞ ഉടനെ കാഴ്ച അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. ആദിയിലല്ലോ അന്തമില്ലല്ലോ കാലം പോയുഗത്തിൽ, ആദിയിലല്ലോ അന്തമില്ലല്ലോ കാലം പോയുഗത്തിൽ, ആദിയിലല്ലോ അന്തമില്ലല്ലോ കാലം പോയുഗത്തിൽ, കാലം പോയുഗത്തിൽ.
യുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ കാലം പോയ യുഗത്തിൽ തെയ്യരയം തെയ്യരയം തെയ്യര തെയ്യര തെയ്യരയം ചെയ്യല്ലോ ചെയ്യല്ലോ കാലം പോയ യുഗത്തിൽ ചെയ്യല്ലോ ചെയ്യല്ലോ കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ തെയ്യരയം തെയ്യരയം തെയ്യര തെയ്യര തെയ്യരയം തന്നാനേ താനാട്ടിന തന്നാനം താനാ തന്നാനേ താനാട്ടിന തന്നാനം താനാ ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ മിന്നണതെന്താണ് എയ്യാനല്ല കുഞ്ഞിക്കുരു മണി പൊന്മാല മിന്നണതെന്താണ് എയ്യാനല്ല കുഞ്ഞിക്കുരു മണി പൊന്മാല ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ ആരെല്ലാം ചോദിച്ച് പൊന്മാല നിന്റെ നീടി ചെപ്പിലെ പൊന്മാല ചാരലിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലേ പിന്നെ അതെന്താണ് നെയ്യാനല്ല കുഞ്ഞിക്കുരു മണി പൊന്മാല പിന്നെ അതെന്താണ് നെയ്യാനല്ല കുഞ്ഞിക്കുരു മണി പൊന്മാല നല്ല കുഞ്ഞിക്കുരു മണി പൊന്മാല കൊട്ടില്ലേടി പെണ്ണേ പാട്ടില്ലേടി പെണ്ണേ ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ കൊട്ടില്ലേടി പെണ്ണേ പാട്ടില്ലേടി പെണ്ണേ ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ ചെണ്ടക്കയാറുമായുന്നല്ലോ തട്ടി പട്ടിണിക്കോലം പേരുകുന്നല്ലോ ചെണ്ടക്കയാറുമായുന്നല്ലോ തട്ടി പട്ടിണിക്കോലം പേരുകുന്നല്ലോ പട്ടിണിക്കോലം പേരുകുന്നല്ലോ കൊട്ടില്ലേടി പെണ്ണേ പാട്ടില്ലേടി പെണ്ണേ ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ പണ്ടൊക്കെ ചായങ്ങൾ തേച്ച മുഖങ്ങളെല്ലാം തേക്കോലങ്ങളായി മാറുന്നല്ലോ പണ്ടൊക്കെ ചായങ്ങൾ തേച്ച മുഖങ്ങളെല്ലാം പേക്കോലങ്ങളായി മാറുന്നല്ലോ പാവങ്ങളായ കലാജീവികൾ ഇന്ന് മുണ്ടുമുറുക്കി നടക്കുന്നല്ലോ പട്ടിണി കൊണ്ട് മൂറുകുന്നല്ലോ കൊട്ടില്ലേടി പെണ്ണേ പാട്ടില്ലേടി പെണ്ണേ ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ തള്ളയ്ക്കും പിള്ളയ്ക്കും നാട്ടാർക്കും വേണ്ടി ദേവനും ദേവിയും ആയി പണ്ടേ തള്ളയ്ക്കും പിള്ളയ്ക്കും നാട്ടാർക്കും വേണ്ടി
ദേവനും ദേവിയും ആയി പണ്ടേ. ഉള്ളുപിടഞ്ഞിട്ടും നെഞ്ചിലെത്തിയാലേ കോമാളി വേഷങ്ങൾ കെട്ടിടുന്നേ. താളത്തിനൊത്തവർ തുള്ളിടുന്നേ. കൊട്ടില്ലടി പെണ്ണേ പാട്ടില്ലടി പെണ്ണേ ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ. കണ്ണു തുറക്കണേ പൊന്നു ദൈവേ മഹാമാരിയെ നീക്കി തുടച്ചിടണേ. കണ്ണു തുറക്കണേ പൊന്നു ദൈവേ മഹാമാരിയെ നീക്കി തുടച്ചിടണേ. നിങ്ങൾക്ക് സന്തോഷമേകിടുവാനായി ഞങ്ങളുടെ നെഞ്ച് തുടിച്ചിടുന്നേ. പാവം കുറെ കലാജീവിതങ്ങൾ. കൊട്ടില്ലടി പെണ്ണേ പാട്ടില്ലടി പെണ്ണേ ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ. ചെണ്ടക്കയറുമായും നല്ലോ തട്ടിൽ പട്ടിണി കോലം പേരുകുന്നല്ലോ. ചെണ്ടക്കയറുമായും നല്ലോ തട്ടിൽ പട്ടിണിക്കോലം പേരുകുന്നല്ലോ. പട്ടിണിക്കോലം പേരുകുന്നല്ലോ. കൊട്ടില്ലടി പെണ്ണേ പാട്ടില്ലടി പെണ്ണേ ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ. കൊട്ടില്ലടി പെണ്ണേ പാട്ടില്ലടി പെണ്ണേ ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ.
കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് പായക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചുക്കാന്റെ ഹോട്ടലില് വെച്ചുള്ള കരിമീന്റെ ചാറ് മുന്നില് വെച്ചാലോ മാറും ഞമ്മടെ മോറ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് പായക്ക വറുത്തതും ചോറ്. അമ്പലക്കുളങ്ങര എംബ്രാന്റെ കടയിലെ തുമ്പപ്പൂ പോലുള്ള ചോറ് കൂട്ടാൻ എംബ്രാത്തി വെച്ച സാമ്പാറ്. അമ്പലക്കുളങ്ങര എംബ്രാന്റെ കടയിലെ തുമ്പപ്പൂ പോലുള്ള ചോറ് കൂട്ടാൻ എംബ്രാത്തി വെച്ച സാമ്പാറ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് പായക്ക വറുത്തതും ചോറ്. കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളേച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ കോള്. കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളേച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ കോള്. വായിൽ ആവിക്കപ്പല് മൂളി വരുന്നൊരു ജേല്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് പായക്ക വറുത്തതും ചോറ്. മട്ടര് കുട്ടിയരച്ചൊരു ചട്ടിണി കട്ടിപരുത്തൊരു ദോശക്കൂട്ടി പണ്ടെനിക്ക് കൊണ്ട് തന്ന് പോറ്റി. അങ്ങനെ 12 ദോശ എന്നെ തീറ്റി. മട്ടര് കുട്ടിയരച്ചൊരു ചട്ടിണി കട്ടിപരുത്തൊരു ദോശക്കൂട്ടി പണ്ടെനിക്ക് കൊണ്ട് തന്ന് പോറ്റി. അങ്ങനെ 12 ദോശ എന്നെ തീറ്റി. മജ 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 മജ. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് പായക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചുക്കാന്റെ ഹോട്ടലില് വെച്ചുള്ള കരിമീന്റെ ചാറ് മുന്നില് വെച്ചാലോ മാറും ഞമ്മടെ മോറ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് പായക്ക വറുത്തതും ചോറ്. चुप माही चुप है रांझा, बोले कैसे वे ना जा, बोले कैसे वे ना जा जा जा, बोले कैसे वे ना जा, बोले कैसे वे ना जा, चुप माही चुप है रांझा जा जा। रूठी है शब्द रब्बा, रब्बा दिल भी है रूठा, सब कुछ है बिखरा 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 सा रूठा रूठा। चुप माही चुप है रांझा, बोले कैसे वे ना जा, बोले कैसे वे ना जा जा जा, बोले कैसे वे ना जा, बोले कैसे वे ना जा, चुप माही चुप है रांझा जा जा।
रुस मुड़ जावा उन्नी मैं रज रज जर मनावा उन्नी मैं खुद तो रुस मुड़ जावा कल्ली पेड़ च बैठी तेरी पीड़ ले बैठी रुसिया रांझा वे मेरा मैं भी कम न ऐठी कल्ली पेड़ च बैठी तेरी पीड़ ले बैठी रुसिया रांझा वे मेरा मैं भी कम न ऐठी ऐठी चुप माही चुप है राजा बोले कैसे बहना जा बोले कैसे बहना जा वाली बेबी है तेरी चाल बैकलेस सूट विच लगदी कमाल ओ किथे चली जांदी है ओ किथे चली जांदी है तैनू पुछना है कोई सवाल ओ दस दे खवारियां है किसे दे तू नाल तू दूरों दूरों जानी है जान कट जानी है एने भी नखरे तू करना सोहणीए एने भी नखरे तू करना सोहणीए दिल मेरा तेरे लिए धड़के नी अज फिर किथे चली है मोरनी बन के मोरनी बन के नी अज फिर किथे चली है मोरनी बन के मोरनी बन के अज फिर किथे चली है मोरनी बन के मोरनी बन के नी अज फिर किथे चली है मोरनी बन के मोरनी बन के चढ़दी जवानी तेरी चुन्नी आसमानी गोरे मुखड़े दे उत्ते तिल काला गोरे मुखड़े दे उत्ते तिल काला गोरे मुखड़े दे उत्ते तिल काला सोहणी रखा ने होए रूप दे दीवाने तेरे नाम दी फेर दे माला तेरे नाम दी फेर दे माला ओ तेरे नाम दी फेर दे माला ओ तेरा नखरा नी होए जग्गों अखरा नी होए ओ तेरा नखरा नी होए जग्गों अखरा नी होए ओए होए दुहाई पै गई ओ कुड़ी कट के काल जा ले गई ओ कुड़ी कट के काल जा ले गई ओ गल्ला गोरियां दे विच टोए असी मार गए नी होए ओ गल्ला गोरियां दे विच टोए असी मार गए नी होए लाउण दा इरादा तेरा जग नूं चुन्नी करदी इशारे मेरी पग नूं अग लाउण दा इरादा तेरा जग नूं चुन्नी करदी इशारे मेरी पग नूं अग लाउण दा इरादा तेरा जग नूं चुन्नी करदी इशारे मेरी पग नूं तेरी ब्यूटी दी की सिफत करां दिल करदा दिल तैनू गिफ्ट करां तेरे लक ते नजर टिकी रह गई गल पुट के स्वीट जिहा कह गई मेरा सब कुछ लुट के ही लै गई ओ गल पुट के स्वीट जिहा कह गई मेरा सब कुछ लुट के ही लै गई ओ गल पुट के स्वीट जिहा कह गई मेरा सब कुछ लुट के ही लै गई गल पुट के स्वीट जिहा कह गई मेरा सब कुछ लुट के ही लै गई कहानी पीली रेड वाइन मैंने पुरानी लाख रोका था यारों ने ना कर तू मनमानी सुनो कल रात की कहानी पीली रेड वाइन मैंने पुरानी लाख रोका था यारों ने ना कर तू मनमानी मेरे को सारा मुझको ये तू बता क्या तेरा दिल है लापता और दिल चोरी साडा हो गया ओए की करिए नैनों में किसी के खो गया ओए की करिए दिल चोरी साडा हो गया ओए की करिए नैनों में
വട്ടത്തിലുള്ളൊരു പൊട്ടും വേണ്ട നെറ്റിപ്പട്ടം കെട്ടും മാനെ കാണാൻ